യുഎസിൽ പഠിക്കണം, ജോലി നേടണമെന്ന ആഗ്രഹമുള്ളവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അത്ര വേഗത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് യുഎസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ നിരവധി പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇമിഗ്രേഷൻ നടപടികളിൽ വിജയിക്കാനാണ്. അതിന് നിങ്ങൾ എല്ലാ നിയമങ്ങൾ പാലിച്ചാണ് യുഎസിലേക്ക് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ പഠന വിസകൾ, ടൂറിസ്റ്റ് വിസകൾ, കുടുംബ സന്ദർശനത്തിനായി പോകുന്നവരുടെ വിസകൾ എന്നിവയ്ക്കെല്ലാം കർശന പരിശോധനകൾ തന്നെ നേരിടേണ്ടി വരും. ഇനി നിങ്ങൾ അവിടെ താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമയാണെങ്കിൽ പോലും മുന്നത്തെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഇനിയുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ. യുഎസിലേക്ക് വരാൻ അപേക്ഷ നൽകിയിരിക്കുന്ന വിദേശികളുടെ വിസ അപേക്ഷകൾ സൂക്ഷ്മമായി അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനം പരിശോധിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസിന്റെ പ്രവർത്തനങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വിദേശികളെ കണ്ടുപിടിക്കാനും അവരെ യുഎസിൽ പ്രവേശിപ്പിക്കുന്നത് തടയുന്നതിനുമായി യുഎസ് സ്ക്രീനിംഗ് പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസിൽ കഴിയുന്ന വിദേശികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വല്ലതും പിടിക്കപ്പെട്ടാൽ അവർ യുഎസ് ഗവൺമെന്റ് പറയുന്ന പണം പിഴയടയ്ക്കേണ്ടി വരും. കൂടാതെ നാടുകടത്തൽ, അറസ്റ്റ് എന്നിവയ്ക്കും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യുഎസ് അധികാരികൾ വിദേശികൾക്ക് കുടിയേറ്റ തട്ടിപ്പിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നുണ്ട്. കൂടാതെ H-1B വിസ അപേക്ഷകരിൽ നിന്ന് വിലാസവും ബയോമെട്രിക്സും നൽകാൻ യുഎസ് മന്ത്രാലയം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. പുതിയതായി ലഭിക്കുന്ന അപേക്ഷകളിൽ ഇത് കർശനമാക്കിയിട്ടുണ്ട്. H-1B മറ്റ് തൊഴിൽ അധിഷ്ഠിത വിസ കേസുകളിൽ അപേക്ഷകർ മേൽവിലാസവും ബയോമെട്രിക്സ് ഡേറ്റയും നൽകണമെന്ന് യുഎസ് ഇമിഗ്രേഷൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഫോർബ്സ് റിപ്പോർട്ട് ചെയ്തു. ഒരപേക്ഷയോ ഹർജിയോ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ വിവരങ്ങളോ രേഖകളോ അഭ്യർത്ഥിക്കുന്ന ഒരറിയിപ്പാണ് റിക്വസ്റ്റ് ഫോർ എവിഡൻസ്. ഇത് വിസ അപേക്ഷകൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്നും അധികാരികൾ പറയുന്നു. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും കുടിയേറ്റ പരിപാടികളുടെ സമഗ്രത ഉറപ്പാക്കുന്നതിനും പൊതുസുരക്ഷ സംരക്ഷിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുടിയേറ്റ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്ന വിദേശ പൗരന്മാർക്കായി യുഎസ് സർക്കാർ അടുത്തിടെ സ്ക്രീനിംഗ് വെയിറ്റിംഗ് നടപടിക്രമങ്ങൾ തീവ്രമാക്കിയത് എന്ന് സിഫായിസ് ഇമിഗ്രേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് MD വരുൺ സിംഗ് പറഞ്ഞു. Protecting the United States from foreign terrorists and other national security and public safety threats എന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ 2025 ജനുവരി 20 ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. അറ്റോർണി ജനറൽ, ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി, നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എല്ലാ വിദേശികളെയും ശ്രദ്ധാപൂർവം പരിശോധിക്കാനും അന്വേഷിക്കാനും ഇത് സഹായിക്കും. അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും ഇതിനകം അവിടെയുള്ളവരും ഇതിൽ ഉൾപ്പെടും. രാജ്യം സുരക്ഷിതമായി നിലനിർത്തുന്നതിന് അവരെ സമഗ്രമായി പരിശോധിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, ഗ്രീൻ കാർഡ് ഉടമകൾ, മറ്റു കുടിയേറ്റക്കാർ എന്നിവർ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട്. പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് തന്നെ യുഎസിൽ താമസിക്കുന്ന എല്ലാ വിദേശികളും ഇതിൽ ഉൾപ്പെടും. വിനോദസഞ്ചാരികളായോ ബിസിനസ് ആവശ്യങ്ങൾക്കോ അമേരിക്ക സന്ദർശിക്കാൻ എത്തുന്ന വിദേശികൾ ഉപയോഗിക്കുന്ന വിസകളിലും ഉദ്യോഗസ്ഥർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. B1, B2 ടൂറിസ്റ്റ് ബിസിനസ് വിസ അപേക്ഷകർക്ക് വിസ നിരസിച്ച നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോർഡറുകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. വിസ പ്രോസസ്സിംഗിലെ കാലതാമസവും മാറുന്ന നിയമങ്ങളും തൊഴിൽ നഷ്ടത്തിനോ തൊഴിലാളികളെ നിയമിക്കുന്നതിനോ കാലതാമസം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ H-1B വർക്ക് വിസ ഉടമകളോട് ആവശ്യമെങ്കിൽ മാത്രം രാജ്യത്ത് തുടരുക എന്ന് തൊഴിലുടമകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. യുഎസിന്റെ പുതിയ നിയമങ്ങളും മാറ്റങ്ങളും യുഎസിൽ താമസിക്കുന്ന വിദേശികൾ ഗൗരവമായി തന്നെ എടുക്കണം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മന്ത്രാലയം വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളിൽ പോയി ചാടിയിട്ടുണ്ട്, അത് പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. കൂടാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ചു തന്നെ വേണം ഉപയോഗിക്കാൻ. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യുഎസ് അധികാരികൾ വീക്ഷിക്കുന്നുണ്ട്.